എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനിമൽ കിങ്ഡം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, കിങ്ഡം അനിമലിയുടെ കീഴിലുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ, അതേപോലെ സീലം എന്താണ്, സിമെട്രിക്കലി എങ്ങനെ ആണ് അവരെ തരംതിരിച്ചെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫൈലം. കിങ്ഡത്തിൻ്റെ താഴെയുള്ള ഹയറാർക്കി ആണ് ഫൈലം. അതിൽ നോൺ കോർഡേറ്റ ഉണ്ട്, കോർഡേറ്റ ഉണ്ട്. നോൺ കോർഡേറ്റിൽ വരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഫൈലം സീലൻഡ്രേറ്റ ആണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അതിൽ ജനറൽ ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ അതിലെ ക്ലാസ്സസ് ആയ ഹൈഡ്രോസോവയിലെ എക്സാമ്പിൾ ഒബീലിയെ കുറിച്ച് പഠിക്കാനുണ്ട്. സ്കൈപ്പോസോവയായ ഓർലിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ ആന്തോസോവയിൽ സി അനിമോനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ സീലൻഡ്രേറ്റിലെ പോളിമോർഫിസത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ജനറൽ ക്യാരക്ടേഴ്സ് അതേപോലെ ഒബീലിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പോളിഫറ, ഫൈലം പോളിഫറയെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അതും കൂടി ഒന്ന് പറയുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. കിങ്ഡം അനിമേലിയുടെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. സ്ട്രക്ചർ മൾട്ടി സെല്ലുലാർ ആണ്, നമുക്കറിയാവുന്നതാണ്. ദെൻ സെല്ലുലാർ ലെവലിൽ, ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ കോശതലത്തിൽ ഉള്ള ആരാണ്? പോറിഫറയാണ്. ദെൻ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ റേഡിയൽ, സിമെട്രി നോക്കുകയാണെങ്കിൽ റേഡിയൽ വരുന്ന രണ്ട് ഫൈലങ്ങളാണ് സീലൻഡ്രേറ്റ, ടീനോഫോറ. കിങ്ഡത്തെ 11 ഫൈലം ആക്കിയിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കിങ്ഡത്തിനെ 11 ഫൈലം ആക്കിയിട്ടുണ്ട്. ദെൻ ബൈലാറ്ററൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ബോഡി കാവിറ്റി അല്ലെ സീലം നോക്കിയിട്ട് വിത്തൗട്ട് ബോഡി കാവിറ്റി അസിലോമേറ്റ്സിലാണ് പ്ലാറ്റി ഹെൽമന്തസ് വരുന്നത്. ദെൻ വിത്ത് ഫാൾ സീലം സ്യൂഡോ സീലോമേറ്റ്സിലാണ് വരുന്നതാണ് ആൽക്കിമെന്തസ്. ദെൻ വിത്ത് ട്രൂ സീലോമേറ്റ്സ് ആണ് അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമി കോർഡേറ്റ, കോർഡേറ്റ. ഇതൊക്കെ നോക്കി വെക്കണം, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കൺഫ്യൂഷൻ ആവും. അപ്പം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവുക. മനസ്സിലായോ? എക്കിനോഡെർമേറ്റ എക്സിബിറ്റ് റേഡിയൽ ഓർ ബൈലാറ്ററൽ സിമെട്രി ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേജ്. ക്ലിയർ ആണോ? അപ്പം കിങ്ഡം ഹൈറാർക്കി ലെവൽ ഏറ്റവും ടോപ്പുള്ളതാണ് കിങ്ഡം. then അതിനെ വീണ്ടും 11 ഫൈലം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫൈലം നോൺ കോർഡേറ്റ പെടുന്ന ഫൈലം സീലൻഡ്രേറ്റ ആണ്. ഓക്കെ, സീലൻഡ്രേറ്റയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സിലബസ് കൊടുത്തിട്ടില്ല ഫൈലം പോറിഫറെ കുറിച്ച് പഠിക്കാം. എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. മൊത്തത്തിൽ അനിമൽ കിങ്ഡത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ഫൈലം പോറിഫറെ കുറിച്ച് വല്ല സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിലോ ജസ്റ്റ് നമുക്കൊരറിവ് നമുക്ക് നോക്കി വെക്കാം. ഈ ഫൈലത്തിലെ അംഗങ്ങൾ സാധാരണയായി സ്പോഞ്ചുകൾ എന്നറിയപ്പെടുന്നു. സ്പോഞ്ച് എന്താ നമുക്കറിയാലോ. എങ്ങനെയാ സ്പോഞ്ച് കാണാം? ഒരു സ്പോഞ്ച് കട്ടയാണെങ്കിൽ ഫുൾ ഹോൾസ് ആയിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ കടലിലുള്ള ചെറിയ സുഷിരജീവി, ഇവരുടെ ബോഡി നിറച്ച് എന്തുണ്ടാവും? പോർസ് ഉണ്ടാവും. ആണ് സ്പോഞ്ചുകൾ എന്നറിയപ്പെടുന്നത്. ഇവ സാധാരണയായി സമുദ്രജീവികളാണ്. ഏതാനും ചിലത് ശുദ്ധജലത്തിലും കാണപ്പെടുന്നു. അസമമിതിക്ക് ഉദാഹരണങ്ങളാണ്. അസമമിതി എന്താണ്? അസിമെട്രി. ഇവരെങ്ങനെ മുറിച്ചാലും ഈക്വൽ ഹാഫായിട്ട് നമുക്ക് കിട്ടില്ല. സമുദ്രത്തിനടിയിൽ പാറകളിലോ മറ്റ് വസ്തുക്കളിലോ ആണ് പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇവിടെ ശരീരത്തിൽ ഒരു നീർച്ചാൽ വ്യവസ്ഥയുണ്ട്, വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവരുടെ ബോഡിയിലാണ് പോർസ് ഉള്ളത്. ഈ പോർസ് വഴി വെള്ളം ഉള്ളിൽ കയറും. ദെൻ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയെ സ്പോഞ്ചോസീൽ എന്ന് പറയും. ആ ക്യാവിറ്റിയിലേക്ക് വെള്ളം കയറും. ദെൻ ഈ ഒരു ഓപ്പണിംഗ് കണ്ടോ, ഒരു മൗത്ത്, പിന്നെ ഓസ്കുൾ എന്ന് പറയും. ഇതുവഴി വെള്ളം പുറത്തേക്ക് പോകും. വെള്ളം കയറുന്നു, ഉള്ളിലേക്ക് വരുന്നു, ദെൻ ഇതുവഴി പുറത്തേക്ക് പോകുന്നു. ഈ ഒരു ഫോർസിനെ പറഞ്ഞ ഓസ്റ്റിയ എന്ന് പറയും. അപ്പം ഓസ്റ്റിയ വഴി ഉള്ളി വെള്ളം കയറും. എവിടേക്ക്? സ്പോഞ്ചോസീലിലേക്ക്. സ്പോഞ്ചോസീലിൽ നിന്ന് വെള്ളം ഓസ്കുളം വഴി പുറത്തേക്ക് പോകുന്നു. ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം. ഓസ്റ്റിയ ശരീരോപരിതലത്തിലെ സുഷിരമാണ്, പോർസ് ആണ്. ഓസ്റ്റിയ വഴി സ്പോഞ്ചോസീലിൽ വരും, ദെൻ ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്നു. ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത്. ഈ നീർച്ചാൽ വ്യവസ്ഥ, ഈ വാട്ടർ കനാൽ സിസ്റ്റം എന്തിനൊക്കെ സഹായിക്കുന്നവർക്ക്? ആഹാര സമ്പാദത്തിനും അല്ല വിസർജനത്തിനും ശ്വസന വാതക വിനിമയത്തിനും സഹായിക്കുന്നു. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇതുള്ളത് കൊണ്ടാണ് ഇവർക്ക് ആഹാരം കിട്ടുന്നതും അതേപോലെ ഇവ വിസർജിക്കുന്നതും ദെൻ ഇവർക്ക് വേണ്ട ശ്വസന വാതകങ്ങൾ കിട്ടുന്നത്. ഓക്കെ, ഇതൊരു കോശാന്തര ദഹനമാണ് ഇവർക്കുള്ളത്. ഇവർക്ക് എന്താണ്? കോശാന്തര ഇൻട്രസെല്ലുലാർ
ഡൈജഷനാണ് ഇവർക്ക് കാണാൻ സാധിക്കുക. ഇവ ഉഭയലിംഗ ജീവികളാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഹെർമഫ്രോഡിറ്റ് എന്താണ്? ഒരു ജീവി തന്നെ. ഒരു സ്പോഞ്ച് നോക്കണതിൽ അണ്ഡങ്ങളും ഉണ്ടാവും പുംബീജങ്ങളും ഉണ്ടാവും. ഒരേ ജീവി തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിനാണ് ഉഭയലിംഗ ജീവികൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യുൽപാദനത്തിലേക്ക് വരുവാണെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനം എങ്ങനെയാണ്? ഖണ്ഡനം വഴി, ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ലൈംഗിക പ്രത്യുൽപാദനം ബീജകോശങ്ങൾ വഴി, ഗാമീറ്റ്സ് വഴിയാണ്. ഇവയ്ക്കുള്ള ഉദാഹരണമാണ് സൈക്കൺ, സ്കൈഫ എന്നതാണ്. സ്പോഞ്ചില്ല, ശുദ്ധജല സ്പോഞ്ചാണ് സ്പോഞ്ചില്ല. യൂസ്പെറാഞ്ചി എന്താണ്? ബാത്ത് സ്പോഞ്ച് എന്നറിയപ്പെടുന്നതാണ് യൂസ്പെറാഞ്ചി. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഇവരുടെ ബോഡി. നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക. ഇതുണ്ടോ? ഇതാണ് ഓസ്കുലം. ഈ ഓപ്പണിങ്, വെള്ളം കയറുന്നു, ക്യാവിറ്റിയിലേ ഉള്ളൂ, വെള്ളം കയറുന്നു, പുറത്തേക്ക് പോകുന്നു. ക്ലിയർ ആണോ? നമുക്ക് കൊടുത്തിട്ടില്ല, എന്നാലും ചില ടേംസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോറിഫെറയിൽ. എങ്ങനെ ചോദിച്ചാലോ? ക്ലിയർ അല്ലേ? അടുത്താണ് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് ഫൈലം സിലൻഡ്രേറ്റ, നിഡേറിയ. നമുക്ക് അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കാം. അതിനു മുമ്പ് അതിൽ കൊടുത്ത എക്സാമ്പിൾ കണ്ടോ? ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. ഫൈസാലിയ, പോർച്ചുഗീസ് പടയാളി എന്നറിയപ്പെടുന്നത് ഫൈസാലിയ ആണ്. അഡാസിയ, കടൽപ്പൂവ്. കടൽപ്പേന എന്നറിയപ്പെടുന്നത് പെനാറ്റുല. കൂടുതലായും ഇതിൽ കാണപ്പെടുന്ന ജീവികള് സമുദ്രജലത്തിലാണ് കാണപ്പെടുന്നത്. ശുദ്ധജലത്തിൽ കാണപ്പെടുന്നവയുമുണ്ട്, വളരെ കുറച്ച് എണ്ണം. ഏതെങ്കിലും വസ്തുവിൽ പറ്റിപ്പിടിച്ചോ സ്വതന്ത്രമായോ ഫ്രീ ആയിട്ട് സ്വിം ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആദ്യത്തെ ഇമേജ് നോക്കിയേ. ഈ ഒരു ഇമേജിൽ കാണാൻ സാധിക്കും ഇത് ഫ്രീ ആയിട്ട് സ്വിം ചെയ്യാണ് അല്ലേ? എന്നാൽ ഇത് രണ്ടും ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. സൗമിതി ഏതാണ്? സിമെട്രി ഏതാണ്? വ്യാസാർദ്ധ സൗമിതി എന്നുവെച്ചാൽ റേഡിയൽ സിമെട്രി ആണ്. ശരീരത്തിലും ഗ്രാഹികളിലും ടെൻഡക്കിൾസ് എന്ന് പറയും. നിരവധി നെഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നെഡോസൈറ്റ് എന്നൊക്കെ പറയുന്ന ദംശന കോശങ്ങൾ, സിംഗിങ് സെൽസ് ഉണ്ട്. എന്താണ്? കുത്തുന്ന സെൽസ്. ഇവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ടെൻഡക്കിൾസിന്റെ ഒക്കെ അറ്റത്ത് സിംഗിങ് സെൽസ് ഉള്ളത്. അതിന് പറയുന്ന പേരാണ് നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോപ്ലാസ്റ്റ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് നിഡേറിയ എന്നുള്ള പേര് കൂടി വരാനുള്ള കാരണം. കലാതലത്തിലുള്ള ടിഷ്യൂ ലെവലിലുള്ള ജീവികളാണിവ. നെഡോബ്ലാസ്റ്റുകൾ വസ്തുക്കളിൽ പറ്റിപ്പിടിക്കുന്നതിനും ശത്രുക്കളെ തുരത്തുന്നതിനും ഇര പിടിക്കുന്നതിനും സഹായിക്കുന്നു. ഡിബ്ലാസ്റ്റിതയാണ് വെച്ചാൽ ഡിപ്ലോപ്ലാസ്റ്റിക് ആണ്. 2 പാളികളാണ് ഉണ്ടാവുക. ജംലേഴ്സ് ആണ്. ബാഹ്യപാളിയും ആന്തരപാളിയും. അവയ്ക്കിടയിൽ ഒരു ആമാശയ സംവഹന അറയും കാണാൻ പറ്റും. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഈ ആമാശയ സംവഹന അറയ്ക്ക് ഒരു ദ്വാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ഹൈപ്പോസ്റ്റോമ എന്ന് പറയുന്നു. ഹൈപ്പോസ്റ്റോമ വായായിട്ട് പ്രവർത്തിക്കുന്നു. കോശബാഹ്യ ദഹനവും കോശാന്തര ദഹനവും ഉണ്ട്. ഇൻട്രാസെല്ലുലാറും ഇൻട്രസെല്ലുലാർ ആയിട്ടുള്ള ഡൈജഷൻ നമുക്ക് കാണാൻ സാധിക്കും. പവിഴപ്പുറ്റ് പോലെയുള്ളവയിൽ കാൽസ്യം കാർബണേറ്റിനാൽ നിർമ്മിതമായ ഒരു അസ്ഥിക്കൂടമുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ജനറൽ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ളത്. നിഡോപ്ലാസ്റ്റ്, നിഡോസൈറ്റിന്റെ കാര്യമൊക്കെ ഓർത്ത് വെക്കുക. ഇവയുടെ സമമിതി, അതേപോലെ ഡിബ്ലാസ്റ്റിത. ഈ പോർച്ചുഗീസ് പടയാളി എന്നറിയപ്പെടുന്ന ഫൈസാലിയ. മനസ്സിലായല്ലോ? നിഡേറിയ 2 ശരീരഘടനകളിൽ കാണപ്പെടുന്നു. കുഴൽ രൂപത്തിലും കുടരൂപത്തിലും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു കുഴലാണ്. പിന്നെ പോളിപ്പ് എന്ന് പറയും. ഇവിടെ മെഡുസ നോക്ക്, ഒരു കുട പോലെയാണ്. അതിനെ മെഡുസ എന്ന് പറയുന്നത്. ഏതെങ്കിലും വസ്തുക്കളെ പറ്റിപ്പിടിച്ച് വളരുന്നവയും കുഴൽ രൂപത്തിൽ കാണുന്നവയാണ് പോളിപ്പുകൾ. ഉദാഹരണം ഹൈഡ്ര, അഡാപ്സിയ ഒക്കെ എന്തിനാണ് ഉദാഹരണമാണ്? പോളിപ്പുകൾക്ക് ഉദാഹരണമാണ്. കുട രൂപത്തിലുള്ളതും സ്വതന്ത്രമായി നീന്തുന്നവയുമാണ് മെഡുസ. ഒറീലിയ, ജെല്ലി ഫിഷ് ഒക്കെ അതിന് ഉദാഹരണമാണ്. നെഡേറിയലുകൾ അതിന്റെ ജീവിതഘട്ടത്തിൽ മുകളിൽ പറഞ്ഞ 2 രൂപങ്ങളും ആവർത്തിക്കുന്നു. ഈ 2 ഘട്ടങ്ങളും ഇവരുടെ ജീവചക്രത്തിൽ ആവർത്തിക്കപ്പെടും. ഇതിനെ തലമുറകളുടെ അനുവർത്തനം, അൾട്ടർനേഷൻ ജനറേഷൻ. നമ്മൾ മറ്റേ ബ്രയോഡെറിഡ ഒക്കെ പഠിച്ചില്ലേ? ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ്, സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാവും അല്ലേ? അതുപോലെയാണ് ഇവിടെ പോളിപ്പ് സ്റ്റേജും ഉണ്ടാവും, മെഡുസ സ്റ്റേജും ഉണ്ടാവും. എന്ത് പറയുന്നത്? തലമുറകളുടെ അനുവർത്തനം അല്ലെങ്കിൽ മെറ്റാജെനിസിസ് എന്നൊക്കെ പറയും. പോളിപ്പിൽ നിന്ന് അലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡുസ ഉണ്ടാകുന്നു. മെഡുസയുടെ ലൈംഗിക പ്രത്യുൽപാദനം വഴി പോളിപ്പുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ.
ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യം, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലാണ് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാനുള്ളത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം ഈ എക്സാമ്പിൾ പറയുന്നത്. ഈ ഒരു ലൈഫ് സൈക്കിൾ നോക്കൂ, ഒബീലിയൻ ലൈഫ് സൈക്കിൾ, പിന്നീട് അറിയപ്പെടുന്ന ഒബീലിയ. അതിലെ ലൈഫ് സൈക്കിൾ നോക്കൂ, രണ്ട് ഫീമെയിൽ മെഡൂസ, ഇത് മെയിൽ മെഡൂസ. ഫീമെയിൽ എഗ്ഗും മെയിൽ മെഡൂസന്ന് സ്പെം വന്ന് കമ്പൈൻ ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നു. ദെൻ അവർ ഡെവലപ്പ് ചെയ്ത് ബ്ലാസ്റ്റിലാവുന്നു. ദെൻ അവിടെ നോക്കൂ, ഡെവലപ്പ് ചെയ്ത് അവരെന്താവുന്നു, ഡെവലപ്പ് ഒരു പോളിപ്പ് മാറുന്നു. മെഡൂസ എന്താവുന്നു, പോളിപ്പായിട്ട് മാറുന്നു. നേരത്തെ പറഞ്ഞില്ലേ, മെഡൂസയെന്ന് ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് പോളിപ്പ് ഉണ്ടാവുന്നത്. ദെൻ ഈ പോളിപ്പ് ഡെവലപ്പ് ചെയ്ത് എന്താവുന്നു, പോളിപ്പിന്റെ അറ്റത്ത് കാണാൻ സാധിക്കും, നമുക്ക് മെഡൂസനെ കാണാൻ സാധിക്കും. മെഡൂസ ഡെവലപ്പ് ചെയ്യും. മനസ്സിലായോ? ഇതാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത് സിലിണ്ടറേറ്റയെ കുറിച്ച്, അല്ലെങ്കിൽ നിഡേറിയയെ കുറിച്ച്. അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിലിണ്ടറേറ്റയിൽ വരുന്നൊരു ക്ലാസ്സാണ് ഹൈഡ്രോസോവ. അതിലൊരു ഉദാഹരണം നമുക്ക് പഠിക്കാനുണ്ട്, ഒബീലിയയെ കുറിച്ച്. ഇതാണ് ഒബീലിയയുടെ ഇമേജ്. പലപ്പോഴും കൂട്ടമായി കാണപ്പെടുന്നതും ചെറുതും വേട്ടയാടുന്നതുമായ ഇര പിടിക്കുന്ന പ്രിഡേറ്റേഴ്സ് ആയ ജന്തുക്കൾ ഒരു വിഭാഗമാണ് ഹൈഡ്രോസോവ എന്ന് പറയുന്നത്. അവരുടെ ജീവചക്രത്തിൽ പോളീപ്പ്, മെഡൂസ ഘട്ടങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു. ഹൈഡ്രോസോവ ക്ലാസിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒബീലിയ. ഇതിൽ തന്നെ നാം പറഞ്ഞു എന്തുണ്ട്, പൊളീപ്പും ഉണ്ട്, മെഡൂസയുണ്ട്. പൊളീപ്പ് ഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അൻലൈംഗിക ആയിട്ടുള്ള ഘട്ടമാണ്, കൊളോണിയൽ രൂപമാണ്. പൊളീപ്പ് എങ്ങനെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്, കൊളോണിയൽ രൂപമായിട്ടാണ്. ഒബീലിയയുടെ പോളിപ്പ് ഘട്ടം കൊളോണിയലാണ്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഒന്നിലധികം പരസ്പര ബന്ധിത പോളിപ്പുകൾ അടങ്ങിയിരിക്കുന്നു. സൂട്സ് എന്നാണ് പറയട്ടെ ഇംഗ്ലീഷിൽ. കണ്ടോ, ഇവിടെ ഒരുപാട് ഇതൊക്കെ പോളിപ്പുകളാണ്, അതുകൊണ്ടാണ് കൊളോണിയൽ എന്ന് പറയുന്നത്. ഹൈഡ്രോറൈസ എന്താണ്, ഈ കോളനിയുടെ ഇതിന്റെ ഒരു ബേസ് എവിടെ വരും, ഇവിടെ വരും. മൊത്തത്തിൽ ഈ കോളനിയുടെ ബേസിനെ പറയുന്നത് ഹൈഡ്രോറൈസ. കോളനിയുടെ അടിത്തറ ഒബീലിയെ പ്രതലത്തോട് പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്ന വേരുകൾ പോലുള്ള ഭാഗമാണ് ഹൈഡ്രോറൈസ. എന്താ ഹൈഡ്രോകോളസ്, ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്ക് കേട്ടോ. ഹൈഡ്രോകോളസ് എന്താണ്, ഹൈഡ്രോറൈസിൽ നിന്ന് രൂപപ്പെട്ട പ്രധാന പോളിപ്പുകളായി, ഇതിപ്പം ബേസ്, ഇത് മെയിൻ ഒരു തണ്ട് വരും, അതിൽ നിന്നാണ് പിന്നെ വിവിധ പോളിപ്പുകൾ ഉണ്ടാവുന്നത്. ഈ മെയിൻ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഹൈഡ്രോകോളസ്. ഹൈഡ്രോറൈസിൽ നിന്ന് രൂപപ്പെട്ട വിവിധ പോളിപ്പുകളായി ശാഖകളായിട്ട് മാറിയ പ്രധാന തണ്ടിനെയാണ് ഹൈഡ്രോകോളസ് എന്ന് പറയുന്നത്. പോളിപ്പുകൾ പ്രധാന രണ്ട് തരമുണ്ട്, ഭക്ഷണത്തിനായിട്ടും അതേപോലെ പ്രത്യുൽപാദനത്തിനായിട്ട് സെപ്പറേറ്റ് ആണ് ഉള്ളത്. ഗാസ്ട്രോസൂട്സ് എന്നാണ് ഭക്ഷണത്തിനായിട്ടുള്ള പോളിപ്പുകളെ പറയാ, പ്രത്യുൽപാദനത്തിന് വേണ്ടി ഗോണോസൂട്സ്. ഇവിടെ നോക്കൂ, മെഡുസ ഘട്ടം, ലൈംഗിക ഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്ന പോളിപ്പുകൾ മെഡുസയെ പുറത്തുവിടുന്നു. പ്രത്യുൽപാദനം ഇപ്പം നമ്മൾ പറഞ്ഞു മെയിൻ ആണെങ്കിൽ ഒരുപാട് പോളിപ്പുകളുണ്ട്, അതിൽ പ്രത്യുൽപാദിച്ച ഗോണോസൂട്സ് എന്നാണ് മെഡുസയെ പുറത്തുവിടുന്നത്. അവ സ്വതന്ത്രമായി നീന്തുകയും ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുകയും പ്ലാനുല ലാർവകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ലാർവകൾ ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഏതെങ്കിലും വസ്തുക്കളിൽ പറ്റിപ്പിടിച്ച് പുതിയ പോളിപ്പുകളായി വികസിക്കുകയും ജീവചക്രം തുടരുകയും ചെയ്യും. ഇത് നമ്മൾ എന്ത് പറയും, അൾട്ടർനേറ്റീവ് ജനറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിപ്പിൽ നിന്നാണ് അൻലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡുസ ഉണ്ടാവുന്നു, മെഡുസയിൽ നിന്ന് പോളിപ്പ് ഉണ്ടാവുന്നു ലൈംഗിക പ്രത്യുൽപാദനം വഴി. ഈ ഇമേജ് വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഈ ഫസ്റ്റ് പാർട്ട് നോക്കൂ, ഇതാണ് ഒരു ഒബീലിയ. ഇതിൽ നമുക്ക് ഒരുപാട് പോളിപ്പുകൾ കാണാം അല്ലേ. ഇത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പോളിപ്പാണ്. അപ്പം എന്തായിരിക്കും, ഭക്ഷണത്തിനായിട്ടാണെങ്കിൽ ഗ്യാസ്ട്രോസോഡ്സ്. ഈ എമർജിങ് മെഡുസ എന്ന് പറയുന്ന ഈ പോളിപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഈ മെഡുസ വരുന്ന ഈ പോളിപ്പ് എന്തായിരിക്കും, ഗോണോസോഡ്സ് ആയിരിക്കും. ഇതിൽ നിന്നാണ് മെഡുസ വരുന്നത്. ഫീമെയിൽ മെഡുസ ഉണ്ടാവും, മെയിൽ മെഡുസ ഉണ്ടാവും. ഫീമെയിലിന് എഗ്ഗും മെയിലിൽ നിന്ന് സ്പെമും വരും, കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിന്റെ അടുത്ത ഘട്ടം എന്താണ്, ബ്ലാസ്റ്റുല, ദെൻ സ്വിമ്മിങ് പ്ലാനുല, ദെൻ അടുത്തത് പ്ലാനുല ആയിട്ട് മാറുന്നു, ലാർവ സ്റ്റേജ് ആണ്. ദെൻ ഇവരെന്ത് ചെയ്യും, സ്റ്റാർട്ട് എ ന്യൂ കോളനി ബൈ അസെക്ഷൽ ബഡ്ഡിംഗ്. പുതിയൊരു കോളനി ആവാൻ പോവുകയാണ്, ഇതിന്റെ ഒബീലിയയുടെ പുതിയൊരു കോളനി ആവുകയാണ് പ്ലാനുലയിൽ നിന്ന്. വീണ്ടും മെഡുസ അതിൽ നിന്നുണ്ടാവുന്നു, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇതാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്.
അപ്പം മെഡുസയും പോളിപ്പും ഉണ്ടെന്നും 2 ടൈപ്പ് പോളിപ്പുകൾ ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? പുതിയ പുതിയ ടേംസുകൾ എന്താണെന്ന് നോട്ട് വെക്കണം. ഹൈഡ്രോറൈസ, ഹൈഡ്രോകോളസ്, അങ്ങനെ പറയുന്ന ടേമുകൾ എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് ഏതിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ മൊത്തത്തിൽ പഠിച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.